യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് 52 അധ്യായങ്ങളും 680 വാക്യങ്ങളുമുണ്ട്. തിരുവെഴുത്തിലെ പഴയ നിയമ പുസ്തകങ്ങളിലെ 24-ാമത്തെ പുസ്തകമായ യിരെമ്യാവിന്റെ പ്രവചനം വായിക്കുന്നവർക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നതും ഒരു ചിത്രം പോലെ മുമ്പിൽ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ വായിച്ച 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ. യിരെമ്യാവ് എന്ന പ്രവാചകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ പിണ്ണാകാരമായിരുന്നപ്പോൾ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകനായിരുന്നു. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം അവന്റെ വളർച്ചയെങ്കിൽ, അവന്റെ സമർപ്പണത്തിങ്കിൽ ദൈവത്തിന്റെ വിളികളെയും ദൈവത്തിന്റെ നിയോഗങ്ങളെയും വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ് ആത്മീക ശുശ്രൂഷയിലേക്ക് ചുവടുവെക്കുന്നവരുടെ എണ്ണമാണ് 100-ൽ 99%. എന്നാൽ ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപ് നിന്നെ രാജ്യങ്ങൾക്കും രാജാക്കന്മാർക്കും മീതെ ഞാൻ നിയമിച്ചു എന്നും, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ ഞാൻ നിന്നെ പ്രവാചകനായ അഭിഷേകം ചെയ്തെന്നും, നിന്റെ സമർപ്പണമോ പ്രാർത്ഥനയോ വിശ്വാസമോ ജീവിതമോ അതിനാധാരമല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ നിലയിൽ യിരെമ്യാവ് എന്ന പ്രവാചകനെ ലഭിച്ചത്. എന്നാൽ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞപ്പോൾ യിരെമ്യാവ് ദൈവത്തോട് തിരിച്ചു പറഞ്ഞ മറുപടി, എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, നീ ബാലനെന്ന് പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ സംസാരിക്കുകയും വേണമെന്ന് അറിയിച്ചു. ദൈവമേ, ഞാനൊരു ബാലകനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞത്, നീ അങ്ങനെ പറയരുത് എന്ന പദമാണ്. അതെ, പ്രധാന സന്ദേശത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുന്നതിന് മുൻപ് എഴുത്തുകാരനായ യിരെമ്യാവിനെ കുറിച്ച് 2 വാക്ക് നിങ്ങളോട് പറയാതെ അത് പറഞ്ഞാൽ പറയപ്പെടുന്ന കാര്യത്തിനൊരു ഉറപ്പുണ്ടാകില്ല. അതുകൊണ്ട് പറയരുതാത്ത കാര്യങ്ങൾ നാവുകൊണ്ട് പറയരുത് എന്ന ആഹ്വാനം യിരെമ്യാവിന് ദൈവം കൊടുത്തു. നിങ്ങൾക്കറിയുമോ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലകനാണ്, ഞാൻ കഴിവുകെട്ടവനാണ് എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞ യിരെമ്യാവിനെയും കൊണ്ട്
തൻ്റെ പേരിൽ തന്നെ നിൽക്കുന്ന പ്രവചന പുസ്തകമായ ഇരമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ 52 അധ്യായങ്ങൾ ആത്മാവ് തന്നെ കൊണ്ട് എഴുതിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം, 2 രാജാക്കന്മാരുടെ പുസ്തകം ഇരമ്യാവാണ് എഴുതിയിരിക്കുന്നത്. അതെ, രാജാക്കന്മാരുടെ പുസ്തകം ആരാണ് എഴുതിയത് എന്ന ചോദ്യം നിങ്ങൾ ആഴമായി പഠനം നടത്തിയാൽ അത് ഇരമ്യാവാണ് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 22 അധ്യായങ്ങളുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 25 അധ്യായമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ 47 അധ്യായങ്ങൾ അത് തന്നെ ഇരമ്യാവിലൂടെ പുറത്തു വന്നു. വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത് ഇരമ്യാവാണ്. 5 അധ്യായങ്ങളുണ്ട്. അങ്ങനെ 104 അധ്യായങ്ങൾ ഈ വിശുദ്ധ ബൈബിളിനകത്ത് എഴുതി എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് ദൈവത്തോട് പറഞ്ഞ മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഏത് കഴിവ് കെട്ടവനെയും, ഏത് പരാജിതനെയും, ഏത് തകർന്നവനെയും അത്ഭുതമാക്കി തീർക്കുന്ന, അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ ജീവിക്കുന്നു എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ആ ഇരമ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ 18 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അമ്മയുടെ ഉദരഗൃഹത്തിൽ വെച്ചു തന്നെ പ്രവാചകനായി നിയമിക്കപ്പെട്ട ഈ ദൈവത്തിന്റെ അഭിഷിക്തനോട് യഹോവ അരുളി ചെയ്യുകയാണ്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ആലോചനയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകും. പ്രസംഗിക്കുന്ന എന്നോട് ഈ ഭാഗത്തിൽ നിന്ന് ദൈവം സംസാരിച്ചത് കൊണ്ടാണ് കേൾവിക്കാരായ നിങ്ങളോട് എനിക്കത് പറയാൻ കഴിയുന്നത്. ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിക്കുന്നത് എൻ്റെ വിഷയത്തിലല്ല. ഞാൻ ആഗ്രഹിക്കുന്നു ഈ തിരുവെഴുത്ത് കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന്. ഇരമ്യാവ് ദൈവം പറഞ്ഞതുപോലെ എഴുന്നേറ്റു, കുശവന്റെ വീട്ടിൽ ചെന്നു. അവിടെ അവൻ ചില കാഴ്ചകൾ കണ്ടു. ആ കാഴ്ച കുശവന്റെ ചക്രത്തിൽ ഇരിക്കുന്ന കളിമണ്ണാണ്. ആ കളിമണ്ണിനെ രൂപപ്പെടുത്തുന്ന കുശവന്റെ കരമാണ്. എന്നാൽ ആ കുശവൻ കളിമണ്ണിനെ രൂപപ്പെടുത്തുമ്പോൾ അത് പകുതി വഴിക്ക് ഉടഞ്ഞുപോയി. ഉടഞ്ഞുപോയതിനെ എറിഞ്ഞുകളയാതെ വീണ്ടും അതിനെ തിരിച്ചു പണിയുന്ന കുശവനെ ഇരമ്യാവ് അവിടെ കണ്ടു. ആ മൂമെന്റിൽ ഇരമ്യാവിനോട് ദൈവം പറയുകയാണ്, ഇരമ്യാവെ, നീ ഈ കാഴ്ച കാണുന്നുണ്ടോ? കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെയാണ് എന്റെ ജനം എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ന സത്യം നീ വിളിച്ചു പറയണം. കുശവന്റെ ഭവനത്തിലേക്ക് പോകുന്ന ഇരമ്യാവിന് പ്രധാനമായി 4 കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. 1, ഒരു പണിശാല ഇരമ്യാവിന് അവിടെ കാണാം, കുശവന്റെ പണിശാല. 2, കറങ്ങുന്ന ഒരു ചക്രം ഇരമ്യാവിന് അവിടെ കാണാം. 3, കുശവന്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം രൂപപ്പെടാതെ പോയ ഒരു മണ്ണ് അവിടെ കാണാം. 4, ചീത്തയായി പോയതിനെ ആരും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ മറ്റാരും ചിന്തിക്കാത്ത നിലയിൽ മറ്റൊരു പാത്രമാക്കി തീർത്ത ഒരു കരം അവിടെ കാണാം. എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽഡ് ഹാൻഡ്, ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് നിങ്ങൾക്ക് അവിടെ കാണാം. പരിചയ സമ്പത്തുള്ള ഒരു കരമാണ് മണ്ണിനകത്ത് ചലിക്കുന്നത്. അതുകൊണ്ടാണ് ഉടഞ്ഞുപോയ, തകർന്നുപോയ, എറിഞ്ഞു കളയാൻ പാകമായതിനെ വീണ്ടും ആ കരത്തിന് പണിയുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. ഈ ഭാഗത്തിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ഒന്നാമതായി ഇരമ്യാവിനോട് ദൈവം പറഞ്ഞത്, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക എന്നാണ്. നീ എഴുന്നേൽക്കുക. എനിക്ക് നിന്നെ കാണിക്കുവാനുള്ളതും എനിക്ക് നിന്നെ അറിയിക്കുവാനുള്ളതും, നിന്നെ അറിയിക്കണമെങ്കിൽ, നിന്നെ കാണിക്കണമെങ്കിൽ നീ ഇപ്പോൾ ആയിരിക്കുന്ന കംഫർട്ട് സോണിനകത്തിരുന്നാൽ എനിക്ക് നിന്നെ അറിയിക്കുവാനോ കാണിക്കുവാനോ കഴിയുകയില്ല. നീ എഴുന്നേറ്റാൽ മാത്രമേ എനിക്ക് ചിലത് കേൾപ്പിക്കുവാനും
കാണിക്കുവാനും കഴിയുകയുള്ളൂ. ഈ ഞായറാഴ്ച പകലും എഴുന്നേൽക്കുക എന്ന ശബ്ദം ദൈവത്തിൽ നിന്നും കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലവും arise and go, എഴുന്നേറ്റ് പോകുക, മുന്നോട്ട് പോകുക എന്ന ശബ്ദം കാതുകളിൽ ഈ തിരുവഴുത്തിലൂടെ മുഴങ്ങിക്കേൾക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. എഴുന്നേൽക്കാതെ എനിക്ക് നിന്നെ അത് അറിയിക്കുവാൻ കഴിയുകയില്ല. മുൻപോട്ട് ചുവടുകൾ വെക്കാതെ എനിക്ക് കാണിക്കുവാനുള്ളത് കാണിക്കുവാൻ കഴിയുകയില്ല. നീ ചുവട് വയ്ക്കുമ്പോൾ എനിക്ക് നിന്നോട് അറിയിപ്പാനുള്ളത് അറിയിക്കുവാനും, നീ എഴുന്നേൽക്കുമ്പോൾ നിന്നെ കാണിക്കുവാനുള്ളത് കാണിക്കുവാനും തടസ്സങ്ങൾ നിന്റെ മുൻപിൽ ഇല്ലാതായിത്തീരും. നെഹമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ ഇത് തന്നെയാണ് നെഹമ്യാവ് മതിൽ പണിയുന്ന ഒരു കൂട്ടത്തിന് കൊടുത്ത ആഹ്വാനം. വരുവീൻ, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ഒരു അദൃശ്യകരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒതുങ്ങേണ്ട ആവശ്യമില്ല, വലിയേണ്ട ആവശ്യമില്ല, പിന്മാറേണ്ട സാഹചര്യമില്ല. ശക്തമായി മുന്നേറുവാൻ ഒരു ആഹ്വാനം ഇന്ന് പകൽ കർത്താവ് സഭയ്ക്ക് നൽകുകയാണ്. ചെങ്കടലിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മോശ, പിറുപിറുക്കുന്ന ഇസ്രായേൽ ജനം, കളിയാക്കാൻ മാത്രം പഠിച്ചിട്ടുള്ള ഒരു കൂട്ടർ, വിമർശിക്കുന്ന മറ്റൊരു സമൂഹം, സ്തോത്രം, എന്തെങ്കിലും നടക്കുമോ എന്ന് കാണാനും നടന്നിട്ട് തപ്പെടുക്കാനും നിൽക്കുന്ന മറ്റൊരു കൂട്ടം. ഇതിന്റെ നടുവിൽ മോശയോട് ദൈവം പറയുന്നു, മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്നുള്ള സാഹചര്യമാണ് നിനക്കെങ്കിലും, ചെങ്കടൽ നിന്റെ മുമ്പിൽ ആർത്തു വിളിക്കുന്നുണ്ടെങ്കിലും, വഴികൾ നിന്റെ മുമ്പിൽ നീ കാണുന്നില്ലെങ്കിലും, അന്നും ഇന്നും എന്നും എൻ്റെ ജനത്തോട് എനിക്ക് പറയാനുള്ളത്, മോശേ എഴുന്നേൽക്ക, നീ മുന്നോട്ട് പോകുക. ഗോ ഫോർവേഡ്. എങ്ങോട്ട് പോകാൻ എന്നൊരു ചോദ്യം മോശയുടെ മുൻപിലുണ്ട്. മുന്നോട്ട് പോകുവാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ, മോശേ നീ കാണാത്ത വഴികൾ എൻ്റെ പക്കലുണ്ട്. മുന്നോട്ട് പോകുവാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ നിനക്കറിയാത്ത വഴികൾ എൻ്റെ കൈവശമുണ്ട്. ഇന്ന് പകൽ ജീവിതം നിരാശപ്പെട്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ നടുവിൽ ആത്മീക വിഷയത്തിലോ സാമ്പത്തിക വിഷയത്തിലോ കുടുംബ ജീവിതത്തിലോ ബിസിനസ്സിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിലോ മനസ്സിനകത്ത് നിരാശ കടന്നുകൂടി തെല്ലും മുന്നേറുവാൻ കഴിയാതെ തകർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇരമ്യാവിൻ്റെ കാതിൽ മുഴങ്ങിയ ദൈവശബ്ദം ഇന്ന് പകൽ നിന്റെ കാതിൽ മുഴങ്ങട്ടെ. എഴുന്നേൽക്ക, റൈസ്. എന്നെ കേൾക്കുന്നവരെ, പ്രവാചകനായ യെശയ്യാ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുകയാണ്.